ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത് പിനാങ്കിലുള്ള ഒരു വെറ്റ് മാർക്കറ്റായ ബത്തുലഞ്ച മാർക്കറ്റിലേക്കാണ്. ഇത് കുറച്ച് വലിയ മാർക്കറ്റും കൂടിയാണ്. ഈ പിനാങ്കിൽ ഒരുപാട് വെറ്റ് മാർക്കറ്റ് ഉണ്ടെങ്കിലും ഇത് അതിൽ നിന്നെല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉച്ചക്കൊരു 12 മണി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകുന്നേരം ഒരു 5-6 മണിയാകുമ്പോഴേക്കാണ് ക്ലോസ് ചെയ്യുക. ഇവിടെ ഒരുപാട് ചൈനീസുകാർ വന്നു പോകുന്ന ഒരു ചൈനീസ് മാർക്കറ്റും കൂടിയാണ് ഇത്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് സീ ഫുഡൊക്കെ ഇവിടെ കിട്ടുക. ഇത് കണ്ടില്ലേ, കക്ക, ഒച്ച്, അതൊക്കെയാണ്. ഞാൻ ഈ നാട്ടിൽ കക്ക, ഇളമ്പക്ക, ഓട്ടിക്ക, കല്ലുമ്മക്കായി ഇതൊക്കെ കണ്ടിട്ടുള്ളത്. ഇവിടെ എത്തിയപ്പോഴാണ് ഇതിൽ തന്നെ പല വെറൈറ്റി ഓഫ് ഉണ്ടെന്ന് അറിഞ്ഞത്. ഇതൊക്കെ ഇവർ സൂപ്പ് വെച്ചും പിന്നെ ഇതുപോലുള്ള ഡ്രൈ ഫ്രൈ ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് കഴിക്കുക. പിന്നെ കണ്ടതാണ് ഈ ഒക്ടോപ്പസ്. എനിക്ക് ആ ഒക്ടോപ്പസിനെ വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെങ്ങനെ ക്ലീൻ ചെയ്യുന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ചിട്ട് പോന്നു. ഇത് ഹോഴ്സ് ക്രാബാണ്. അങ്ങനെ പലതരം വെറൈറ്റി ഓഫ് സീ ഫുഡ് ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് കണ്ടത്. ഈ മാർക്കറ്റിലാണെങ്കിൽ അങ്ങനെയുള്ള പല വെറൈറ്റി ഓഫും കിട്ടുക. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് പഴം വാങ്ങിക്കാനാണ്. ഇവിടെ പഴത്തിന് വേറെ തന്നെ ഒരു സെക്ഷനാണ്. ഇവിടെ അതുമല്ല, ഇവിടെ പഴം ആയിക്കോട്ടെ പച്ചക്കറികളായിക്കോട്ടെ ഇതേപോലുള്ള ചിക്കനോ മീനോ എന്തോ ആയിക്കോട്ടെ അത് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. അങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെയാണെങ്കിൽ മുടിഞ്ഞ തിരക്കുമാണ്. ഇതിപ്പം ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവാണ്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് ഇതുപോലെ സൂപ്പിലിട്ടും നമുക്ക് ഫ്രൈ ചെയ്തതൊക്കെ കഴിക്കാൻ പറ്റുന്ന ഫിഷ് ബോള്, ഫിഷ് കേക്ക്, ചിക്കൻ ബോള്, ചിക്കൻ നഗട്ട്, പിന്നെ ക്രാബ് ബോള്, അതൊക്കെ വാങ്ങിക്കാനാണ്. അതൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ മുട്ടേൻ്റെ സെക്ഷനിലാണ് പോയത്. അത് കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ഞങ്ങളൊരു കാഴ്ച കണ്ടത്. ഈ ഒരു ബോക്സ് നിറയെ പോത്തക്കൻ തവളകളാണ്. പിന്നെ ഇതൊരു പച്ച കളർ തവളയാണ്. ഇത് വിൽക്കാൻ വേണ്ടി അവർ വെച്ചതാണ്. പക്ഷെ ഞാൻ ആരും വാങ്ങിക്കുന്നതൊന്നും കണ്ടിട്ടില്ലേ. അങ്ങനെ ഞാൻ അതൊക്കെ നോക്കി നേരെ വീട്ടിലേക്ക് മടങ്ങി.